ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ചിക്കൻ കട്ട്ലേറ്റാണ്. വെജിറ്റബിള് പട്ടാണി, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതെല്ലാം എല്ലാം കൂടി ഒരു 100 ഗ്രാമുണ്ട്. ഇതിപ്പോൾ ഞാനിതൊന്ന് എല്ലാം കൂടി കുക്കറിനകത്തിട്ട് ഒരു വിസിലടിച്ച് വെച്ചേക്കുവാണ്. ഇതൊന്ന് പൊടിക്കണം. അത് പൊടിക്കാൻ വേണ്ടി ഞാൻ ഈ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ. ഇത് ഞാൻ ബ്രെഡ് പൊടിച്ച മിക്സിയാണ്. ഇതിനകത്ത് അതിനകത്തോട്ട് ഇതുകൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ. ഒന്ന് ചതഞ്ഞാൽ മതി. വലുതായിട്ട് ഓരോ വെജിറ്റബിൾ കിടന്നാൽ നല്ലതാണ്. പിന്നെ വലിയൊരു പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നു. എല്ലാം മാറി അത് ഈ സ്റ്റവിലോട്ട് ആവശ്യത്തിന് വേണ്ടുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇതെല്ലാം വഴലണം. ഇതെല്ലാം വഴലാൻ വേണ്ടുന്ന എണ്ണ. ആദ്യം ഇഞ്ചി ഒന്ന് വാടി കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കുരുകുരായിട്ട് അരിഞ്ഞത്. അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ടുന്നുള്ളൂ. 1-2 തണ്ട് കരിവേപ്പില, അത് ചെറുതായിട്ട് തീരെ കുരുകുരായിട്ട് അതും അരിഞ്ഞത്. എല്ലാം ഒരു വറവ് കയറി നമുക്കതിന് വേണ്ടുന്ന 2 ചെറിയ മീഡിയം സൈസിലെ 2 സവാള, അത് നല്ലപോലെ വഴന്നിട്ട് ബാക്കി ചിക്കന് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഈ ഉള്ളിയിൽ ഉപ്പിടാൻ. ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി, ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് അത് ഒരു എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂക്കട്ടെ. പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലെ 2 പൊട്ടറ്റോ, ചെറിയ പൊട്ടറ്റോ 2 എണ്ണമാണ്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പിട്ടിട്ടില്ല. ചിക്കനും ഞാൻ മഞ്ഞൾപ്പൊടി ഇടാതെ ഉപ്പ് മാത്രമേ ഇട്ട് വേവിച്ചുള്ളൂ. അതുകൊണ്ടൊരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കളർ ചേഞ്ചിങ്ങിന് വേണ്ടി ഒരു അര സ്പൂണ് മുളക് പൊടി മിക്സാക്കട്ടെ. ഇനിയും ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന 1 സ്പൂൺ ഗരം മസാല പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരൂടെയൊക്കെ എരിവ് വേണ്ടിയവർക്ക് ഇച്ചിരൂടെ ഇടാം, അല്ലെങ്കിൽ ഇത് മതി. ഇതിലോട്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുവാണ്. ഇതാണല്ലോ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഈ മസാലയ്ക്കകത്ത് അതും കൂടെ കിടന്ന് വഴന്ന് വെന്തതാണ്. ഇനി ഒന്നും ഒത്തിരി വേകാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടി യോജിച്ചാൽ മാത്രം മതി. ഈ പൊട്ടറ്റോയും ഈ മസാല ഈ പച്ചക്കറിയുടെ കൂടി ഇതങ്ങ് കൂട്ടി യോജിച്ചു നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് ഇത് കണ്ടല്ലോ, ഇതിൻ്റെ മിക്സിങ്ങാണ്. വെജിറ്റബിൾ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ മിക്സിങ്ങാണ് ഇതെല്ലാം. ഇനി ഇത് ആറി കഴിഞ്ഞിട്ട് നമുക്ക് ഷേപ്പ് വരുത്തിയിട്ട് മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡിൽ മുക്കി വറുത്ത് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഇച്ചിരി നേരം ഇരുന്നതൊന്ന് ആറട്ടത്, അല്ല കയ്യെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കും ആദ്യം. ഓരോ ചെറിയ ഉരുളകൾ. ഗോൾഡ് വിന്നറാണ്. ഈ എണ്ണ ഒഴിക്കുവാണ് പാത്രത്തിലോട്ട്. അതുകൂടെ ചൂടായി കിടക്കട്ടെ. മുട്ടയെ മുക്കി ബ്രെഡിൻ്റെ പൊടിക്കകത്ത്
നല്ല തിളച്ച് കിടക്കുന്ന എണ്ണ, അതുകൊണ്ട് ഒന്ന് സ്ലോ ആക്കിയിട്ട് സ്റ്റൗ ഒന്ന് സ്ലോ ആക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്ന് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കട്ടെ. ഇത്രയും കിടക്കട്ടെ. ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിന് കോരിയെടുക്കാൻ പോവാണ്. വെന്തു ഫ്രൈ ആയി. വെജിറ്റബിൾ ചിക്കൻ കട്ട്ലേറ്റ്. അപ്പോൾ ഞാൻ ഇത് അച്ഛന് ചേച്ചിന് കൊടുക്കട്ടെ. എന്നുവെച്ചാൽ ഇതൊന്നും കഴിച്ചേച്ച് പറഞ്ഞ് ഇങ്ങോട്ട് എടുത്തു, ഒരെണ്ണം എടുക്ക. എന്നിട്ടത് പൊളന്ന് കഴിച്ചൊക്കെ കാണീര്. ഇതേ അകം കാണിച്ച് അല്ല, ചിക്കനൊക്കെ അതിനകത്ത് വരണ്ട വെജിറ്റബിളും ഒക്കെ ഞാൻ പുഴുങ്ങി പൊടിച്ച് ഇട്ടതാണ്. അത് മസാല നോക്കിയപ്പോൾ തന്നെ എനിക്കറിയാം നല്ല രുചിയാണെന്ന്. നീ അച്ഛൻ പറഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് പറഞ്ഞേരെ കഴിച്ചിട്ട് അങ്ങനെ ഉണ്ട്. നല്ല ഫസ്റ്റ് ക്ലാസ് സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. തിന്നാലും മധു വരത്തില്ല, അത്രയ്ക്ക് നല്ല രുചിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ചിക്കൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെജിറ്റബിളും നല്ല ചിക്കനും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കി അടിപൊളി സാധനമാണ്. നിങ്ങൾ ഇതുകൊണ്ടൊക്കെ ചെയ്ത് നോക്കണം, എന്നിട്ട് എൻ്റെ അഭിപ്രായം പറയണം. എന്നെ ആദ്യത്തെ ആ ചിക്കൻ കട്ട്ലേറ്റിന് നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അതുപോലെ ഇതും അറിയാൻ വയ്യാത്തവർ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഞാനിപ്പം കാണിച്ച പോലെ എല്ലാം ഓരോന്ന് ബൈ കാണിച്ചല്ലോ, അതുപോലെ ചെയ്ത് നോക്കി ചെയ്തിട്ട് അതിൻ്റെ വിവരം അറിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യണം. ബൈ.